ബഹ്റൈനിൽ തടങ്കലിലായിരുന്ന 32 വയസ്സുകാരനായ ഷിയ ആക്ടിവിസ്റ്റ് മുഹമ്മദ് അൽ മൂസവി മരണപ്പെട്ട സംഭവത്തിൽ വലിയ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. മാർച്ച് 19-ന് ഒരു ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് മൂസവിയെയും സുഹൃത്തുക്കളെയും അധികൃതർ കസ്റ്റഡിയിലെടുത്തത്. ഇറാനു വേണ്ടി ചാരപ്രവൃത്തി നടത്തി എന്നതായിരുന്നു ഇദ്ദേഹത്തിന് മേൽ ചുമത്തിയ കുറ്റം. കസ്റ്റഡിയിലായി ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം, അതായത് വെള്ളിയാഴ്ച മാർച്ച് 27, 2026-ന് മൂസവിയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ കുടുംബത്തിന് നിർദ്ദേശം ലഭിച്ചു. മൂസവിയുടെ ശരീരത്തിലും മുഖത്തും മർദ്ദനമേറ്റതിന്റെയും പീഡനങ്ങളുടെയും പാടുകൾ ഉള്ളതായി മനുഷ്യാവകാശ സംഘടനയായ BIRD ചൂണ്ടിക്കാട്ടി. പീഡനം മൂലമാണ് മരണം സംഭവിച്ചതെന്ന് പ്രതിപക്ഷ ഗ്രൂപ്പായ അൽ വഫാഖും ആരോപിക്കുന്നു. മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പബ്ലിക് പ്രോസിക്യൂഷന്റെ പ്രത്യേക വിഭാഗത്തെ ചുമതലപ്പെടുത്തിയതായി ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന മർദ്ദനമേറ്റ ചിത്രങ്ങൾ കൃത്യമല്ലെന്നാണ് മന്ത്രാലയത്തിന്റെ നിലപാട്. മൂസവിയുടെ മരണത്തെ തുടർന്ന് ബഹ്റൈനിലെ മുഹ്റഖ് ഉൾപ്പെടെയുള്ള ഷിയ ഭൂരിപക്ഷ മേഖലകളിൽ വൻ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ഇറാഖിൽ ഉടനീളം വൻ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കർഡിസ്ഥാൻ റീജിയണൽ ഗവൺമെന്റ് പ്രസിഡന്റ് നെചർവാൻ ബാർസാനിയുടെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായതായാണ് വിവരം. കർഡിസ്ഥാൻ തലസ്ഥാനമായ എർബിലിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിഡന്റ് നെചർവാൻ ബാർസാനിയുടെ ഔദ്യോഗിക വസതിക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. ആക്രമണ സമയത്ത് പ്രസിഡന്റ് വസതിയിൽ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം സുരക്ഷിതനാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്റ്റ്, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ ഇസ്ലാമാബാദിൽ ഇന്ന് അടിയന്തര യോഗം ചേരുന്നുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കും ഇറാൻ അധിനിവേശ നീക്കത്തിനുമെതിരെ അമേരിക്കയിലുടനീളം വൻ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. അമേരിക്കയിൽ ഭാഗികമായി ഗവൺമെന്റ് ഷട്ട്ഡൗൺ തുടരുകയാണ്. സെനറ്റ് മുന്നോട്ട് വെച്ച കരാർ റിപ്പബ്ലിക്കൻ പാർട്ടി തള്ളിയതാണ് പ്രതിസന്ധിക്ക് കാരണം. ജപ്പാൻ ഗ്രാൻഡ് പ്രിയിൽ മെഴ്സിഡസിന്റെ കിമി ആന്റിനെല്ലി വിജയിച്ചു. ഇതോടെ F1 ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ മുന്നിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി അദ്ദേഹം മാറി. 2026 ലോകകപ്പിന് മുന്നോടിയായുള്ള സൗഹൃദ മത്സരത്തിൽ ബെൽജിയം അമേരിക്കയെ പരാജയപ്പെടുത്തി. മെക്സിക്കോ പോർച്ചുഗൽ മത്സരം സമനിലയിൽ കലാശിച്ചു.